മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അതേസമയം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് മാർക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, താൻ എന്തിനാണ് എപ്പോഴും എങ്ങനെ ചോദിക്കുന്നത്, തന്നോട് പറഞ്ഞതല്ലേ മാർക്കൊക്കെ ഒരു കുഴപ്പവുമില്ല എന്നിട്ട് താൻ എന്തിനാണ് ഇങ്ങനെ കൂടെ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ, എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആയതുകൊണ്ടാണ് കണ്ണേട്ടാ ചോദിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹോസ്പിറ്റലിൽ അങ്ങനെ സീമന്തിനിയാണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് എത്തുന്ന മഞ്ജുവിനെ കാണുമ്പോൾ സീമന്തിനിക്ക് ആകെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ സീമന്തിനി മഞ്ജുവിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്തിനാടി നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ മാർക്കോനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് അമ്മായിയും അമ്മായിയുടെ മകനും ഇവിടെ ഉള്ള കാര്യം അറിയുന്നതെന്ന് പറയുമ്പോൾ, നീ എന്തിനാടി ഞങ്ങളെ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം നിങ്ങളുടെ മോന് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം ആണ് ഇപ്പോൾ നിങ്ങളുടെ മോനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നെല്ലാം മഞ്ജു ആണെങ്കിൽ അമ്മായിയോട് തുറന്നടിക്കുകയാണ്. അമ്മായി പറയുന്നുണ്ട്, നീയും ആ മഹാലക്ഷ്മിയും ഒരുപോലെ തന്നെയാണ്, ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരല്ലേ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ, ഞാൻ വഞ്ചിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് അവനിങ്ങനെ സംഭവിച്ചത്. അവനെ വെള്ള പുതുപ്പിച്ച് തന്നെ ICUയിൽ നിന്ന് ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് തുറന്നടിച്ച് പറയുന്നുണ്ട് മഞ്ജു. ഇത് കേൾക്കുന്ന അമ്മായിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല, അതിലും നല്ലത് അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് മഞ്ജു. പിന്നീട് ലോപ്പസിൻ്റെ അടുത്ത് ചെന്ന് മഞ്ജു മാർക്കോനെ കുറിച്ച് തിരക്കുമ്പോൾ, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ICUയിലാണ് ഇപ്പോഴും, 2 ദിവസം കഴിഞ്ഞാലാണ് പുറത്തിറക്കി കിടത്തുള്ളൂ എന്ന് പറയുന്നു. എന്നാലും മാർക്കോയ്ക്ക് ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. മാർക്കോയുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഡോക്ടർമാർക്ക് ഇപ്പോൾ പരിശോധിച്ചപ്പോൾ വളരെ അത്ഭുതം തന്നെയാണ് നടന്നിരിക്കുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന അവനെ ദൈവം തന്നെയാണ് അവനെ രക്ഷിച്ചത് എന്നും നമ്മുടെ ലോപ്പസ് ആണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ അങ്ങനെ കമലേശ്വരത്ത് വരികയാണ്. അങ്ങനെ കമലേശ്വരത്ത് എത്തുന്ന മഞ്ജുവിനെ കാണുമ്പോൾ ദുർഗയ്ക്കും സ്വാതിക്കും കരുണിക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അവരെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മഞ്ജുവിനെ നോക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നത്, എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ വീടാണിത്, അങ്ങോട്ട് വരാനുള്ള അവകാശവും അധികാരവും എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ, നീ എന്ത് പറയുന്നത്, നിനക്കിവിടെ എന്ത് അവകാശമാണുള്ളതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഈറ്റപ്പുലിയെ പോലെ ചെല്ലുകയാണ് മഞ്ജുവിൻ്റെ നേരെ. ഒരുത്തൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ, നീ എന്തിനാണ് നിൻ്റെ ആങ്ങളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് സ്വാതിയോടായിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ എന്തിനാണ് അതെല്ലാം അറിയുന്നത്, കണ്ണൻ പറഞ്ഞിട്ടാണ് അവളിവിടെ നിൽക്കുന്നതെന്നെല്ലാം ദുർഗ പറയുമ്പോഴേക്കും, ആ കണ്ണേട്ടൻ്റെ സ്വത്ത് മാത്രമാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം, അതുകൊണ്ട് അത് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്, കണ്ണേട്ടൻ്റെ ഭാര്യയാകാനും വേണ്ടിയാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, നിങ്ങളെ എല്ലാവരെയും മരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവളാണ് ഞാൻ, അതുകൊണ്ട് ആരും എന്നോടൊന്നും പറയാൻ നിൽക്കേണ്ട, എല്ലാവരുടെ സ്വഭാവം എനിക്കറിയാമെന്നെല്ലാം മഞ്ജു തുറന്നടിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിൻ്റെ മുഖത്തിനിട്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് വരികയാണ്. അതേസമയം ദുർഗയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തന്നെ മഞ്ജു പറയുന്നുണ്ട്, എന്നെ അടിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതിനുള്ളൊരു അധികാരം പോലും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കയറി പിടിക്കുകയാണ് മഞ്ജു. നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറയുമ്പോഴേക്കും, അത് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ച വീട്ടിൽ നിന്നാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പറയാനുള്ള അവകാശമുള്ളൂ, അല്ലാതെ കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയാനുള്ള യാതൊരുവിധ അവകാശവും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ തുറന്നടിക്കുകയാണ് ദുർഗയോട്. ഇപ്പോൾ കണ്ണേട്ടൻ നിങ്ങളെ എല്ലാവരും വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, അത് മുതലാക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും കണ്ണേട്ടൻ്റെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നതും, അതുകൊണ്ട് നിങ്ങളൊന്നും അത് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കുന്നതാണ് അന്തസ്സെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട് ദുർഗയോട്. പിന്നെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ കാര്യം, അവനാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, അവനെ ICUയിൽ നിന്നും വെള്ള പുതപ്പിച്ച് പുറത്തോട്ട് ഇറക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് തുറന്നടിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയൊന്നും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് മാർക്കോയുടെ മൊഴിയെടുത്തതിന് ശേഷം അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ് പോലീസ്. അങ്ങനെ പോലീസ് അനന്തുവിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം കണ്ണനെ കാണുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലല്ലായിരുന്നു അന്ന് മേഘം വന്നത്, അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ കല്ലെടുത്ത് തലയിലിട്ടത് നിങ്ങൾ തന്നെയല്ലേ, അതിനൊരു ദൃക്സാക്ഷി ഉണ്ടെന്നും എന്നെല്ലാം പോലീസ് പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ ഇനി എന്ത് പറയുമെന്നുള്ള ആലോചനയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതാണ് നല്ലതെന്നെല്ലാം പോലീസ് പറയുകയാണ് കണ്ണനോട്.
പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. എന്നിട്ട് തനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്നും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നെല്ലാം കണ്ണനാണെങ്കിൽ പോലീസിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് പോലീസ് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു അറസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും, അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങളിവിടെ ഇരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇത് കേട്ടുകൊണ്ട് വളരെ ഭയപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയും അനന്തവും ലേഖയും എല്ലാം. അങ്ങനെ കണ്ണനാണെങ്കിൽ ഇവരോടായിട്ട് പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, അവനാണെങ്കിൽ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, എന്തുണ്ടെങ്കിലും അനന്തും ഉണ്ടല്ലോ എന്നെല്ലാം സമാധാനിപ്പിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.